ജെറുസലേം, പ്രവാചകന്മാരുടെയും വാഗ്ദാനങ്ങളുടെയും രക്തത്തിൻ്റെയും നഗരം. 3 മതങ്ങൾ ഇതിനെ വിശുദ്ധമായി കണക്കാക്കുന്നു. 2 രാജ്യങ്ങൾ ഇതിനെ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ 2040 ആകുമ്പോൾ ഇത് പ്രത്യാശയുടെ പ്രതീകമാകുമോ? അതോ ഭൂമിയുടെ ഒരു മുറിപ്പാടോ? സമാധാനം വിജയിക്കുന്ന ഭാവിയിൽ ജെറുസലേം ഒരു പങ്കിട്ട നഗരമായി മാറും. ഇസ്രായേലിൻ്റെയും പാലസ്തീനിൻ്റെയും പതാകകൾ അടുത്തടുത്ത് പറക്കുന്നു. ചെക്ക് പോസ്റ്റുകൾ പാർക്കുകളായി മാറുന്നു. കുട്ടികൾ 3 ഭാഷകൾ സംസാരിക്കുന്നു. ഒരേ കളിസ്ഥലത്ത് കളിക്കുകയും ചെയ്യുന്നു. ലോകം ഇതിനെ ഒരത്ഭുതമെന്ന് വിളിക്കുന്നു. അവരതിനെ വീടെന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റൊരു ഭാവിയിൽ സമാധാനം ദുർബലമാകുന്നു. മതിലുകളും ഡ്രോണുകളും നിശബ്ദ അതിർത്തികളും. വേലികളാൽ മാത്രമല്ല, ഭയം കൊണ്ടും വിഭജിക്കപ്പെട്ട ഒരു നഗരം. കിഴക്കും പടിഞ്ഞാറും നിലവിലുണ്ട്, എന്നാൽ സ്പർശിക്കുന്നില്ല. ഏറ്റവും ഇരുണ്ട ഭാവിയിൽ ഒരു തീപ്പൊരി യുദ്ധം ആളിക്കത്തുന്നു. ഇറാനിൽ നിന്നുള്ള ഒരു പ്രഹരം, ഇസ്രായേലിൽ നിന്നുള്ള തിരിച്ചടി. നഗരം കത്തുന്നു. പുരാതന കല്ലുകൾ തകർന്നടിയുന്നു. വിശുദ്ധ ഭൂമി യുദ്ധക്കളമാകുന്നു. ലോകം ഭീതിയോടെ നോക്കി നിൽക്കുന്നു. 3 ഭാവികൾ, ഒരു വിശുദ്ധ നഗരം. സമാധാനം ധൈര്യം ആവശ്യപ്പെടുന്നു. വിഭജനം നിശബ്ദത ആവശ്യപ്പെടുന്നു. സർവനാശം ഒന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മൾ നോക്കി നിൽക്കണമെന്ന് മാത്രം. 2040 ആകുമ്പോൾ ജെറുസലേമിനെ നമ്മൾ ഏത് തരത്തിലുള്ള ലോകമായി മാറാൻ അനുവദിക്കും?